നേതൃയോഗം നടത്തി. INTUC വുമൺ വർക്കേഴ്സ് കൗൺസിൽ റീജിയണൽ നേതൃയോഗമാണ് കായംകുളത്ത് നടത്തിയത്. INTUC വുമൺ വർക്കേഴ്സ് കൗൺസിൽ കായംകുളം റീജിയണൽ നേതൃയോഗം നടത്തി. വുമൺ വർക്കേഴ്സ് ജില്ലാ പ്രസിഡന്റ് ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാകും, ഒരു CITU അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ട്രേഡ് യൂണിയനിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് നിൽക്കുന്ന ആളുകൾ അത് വിട്ട് പുറത്ത് വരണമെങ്കിൽ അവരെത്രത്തോളം കൊടിയ യാതനകളും അതുപോലെ തന്നെ കുറെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും അവരിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ നമ്മൾ വനിതകളുടെ വിവിധ കാറ്റഗറിയിലുള്ളവർ, ഇപ്പൊ നമ്മൾ ആശാപ്രവർത്തകര്, അംഗനവാടിക്കാര്, അതുപോലെ തന്നെ പാചക തൊഴിലാളികള്, നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങള്, തയ്യല്, പിന്നെ ഏത് സ്ത്രീകൾ, തൊഴിലുറപ്പ് നമ്മുടെ എല്ലാവരും ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ നമ്മുടെ തൊഴിലുറപ്പിലുള്ള വനിതകൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ തൊഴിലാളി നമ്മുടെ സഹോദരി സുഹൃത്തുക്കളെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആ ഒരു വുമൻ വർക്കേഴ്സ് സംവിധാനത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു ദൗത്യമാണ് നമുക്ക് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സാറിനെ കാണാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ സാർ പ്രത്യേകം പറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ ഇത് ആരംഭിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ധു രവി അധ്യക്ഷത വഹിച്ചു. CITUവിൽ നിന്ന് രാജിവെച്ച് INTUCയിൽ ചേർന്ന ആശാവർക്കർമാരെ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് S രാജേന്ദ്രൻ അംഗത്വം നൽകി ആദരിച്ചു. റീജിയണൽ പ്രസിഡന്റ് Y ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PR ശശിധരൻ, മോളി കമൽഹാസൻ, MG മോഹൻകുമാർ, സീനത്ത് റഷീദ്, ശിവലാൽ, യുലേഖ, അനിത മുട്ടാണിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് കൂടുതൽ ഹോം ലിവിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുട്ടികൾ, മറ്റു കാര്യങ്ങൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഇതെല്ലാം തന്നെ സ്ത്രീകളാണ് പരിരക്ഷിക്കുന്നത്. അല്ലാതെ ആണുങ്ങൾ ചിലപ്പോൾ ജോലിയെടുത്ത് വീട്ടിൽ കൊടുക്കുന്നവരുണ്ടാവും, കുറെ കള്ളു കുടിച്ച് കളയുന്നവരുണ്ടാവും. എത്രയായാലും ആണല്ല ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് എപ്പോഴും അമ്മ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെയാണല്ലോ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയാണ്, പിന്നീടാണ് മാതാവ് കഴിഞ്ഞ് പിതാവാണ്, പിന്നീട് ഗുരുവാണ്, അത് കഴിഞ്ഞാൽ വരുന്നുള്ളൂ ദൈവം എന്നുള്ളത്. നാലാം സ്ഥാനമേ നമ്മുടെ ദൈവം. ന്യൂസ് ബ്യൂറോ, കായംകുളം.